ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ജിനോം ഇന്ത്യ ഇനീഷ്യേറ്റീവ്, ജീനി, ലോക്പാൽ, ഒബ്ലിസ്ക്, ഗ്രീൻ ക്രെഡിറ്റ് റൂൾ, സസ്റ്റൈനബിൾ സ്പെൻഡിങ് ഫോർ സയൻസ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് അതു അറ്റോൾ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിനോം ഇന്ത്യ ഇനീഷ്യേറ്റീവിനെ കുറിച്ചാണ്. ഈ ജിനോം ഇന്ത്യ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ജിനോം ഇന്ത്യ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പും ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഏകദേശം 10,000-ഓളം ഹ്യൂമൻ ജിനോംസിനെ സീക്വൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജിനോം ഇന്ത്യ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഹ്യൂമൻ ജിനോം പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ സ്കെയിലിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ എഫേർട്ട് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ട് ഇന്ത്യയിൽ നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ ജിനോം ഇന്ത്യ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹ്യൂമൻ ജിനോം പ്രൊജക്റ്റ് എന്ന് പറയുന്നത് 1990 തൊട്ട് 2003 വരെ ഉള്ള ഹ്യൂമൻ ജിനോംസിനെ സീക്വൻസ് ചെയ്യുക, സക്സസ്ഫുൾ ആയിട്ട് ഡീകോഡ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ജിനോം ഇന്ത്യ ഇനീഷ്യേറ്റീവ് ആരംഭിച്ചിട്ടുള്ളത്. ഇത് 2020 നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ 2020 ഇന്ത്യയിലുള്ള ചില റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ടോട് കൂടിയിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം ജനറ്റിക് വേരിയേഷൻസ് ഉള്ള രാജ്യങ്ങളൊന്നായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ജനറ്റിക് വേരിയേഷൻസിനെ കുറിച്ച് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ജനറ്റിക് വേരിയേഷൻസിനെ കുറിച്ചൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഈ ഡിസീസ് കോസിങ് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ഉണ്ടാവും. അത് ഇന്ത്യയിൽ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ് ഓഫ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ജനറ്റിക് ഗ്രൂപ്പ് ചെയ്യപ്പെടുന്ന പോപ്പുലേഷനിൽ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അതിനെ കുറച്ചും കൂടി കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജിനോംസിനെ സീക്വൻസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിസീസസിനൊക്കെയുള്ള അണ്ടർലൈങ് ആയിട്ടുള്ള ജനറ്റിക് കോസസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ കോസസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കൂടുതൽ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൂടെ ഇതിനുള്ള കൃത്യമായിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള തെറാപ്പീസ്, ഡിഫറെൻറ്റ് ജിനോം ഗ്രൂപ്പ്സിന് ഡിഫറെൻറ്റ് തെറാപ്പീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെഡിക്കേഷൻസ് ഒക്കെ അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ടാർഗറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഡെവലപ്പ് ചെയ്യാനും അപ്പോൾ അതുവഴി ഇത്തരത്തിലുള്ള ഡിസീസ് ബേർഡനൊക്കെ നമുക്ക് കുറക്കാനും സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിൽ ജിനോം ഇന്ത്യ ഇനീഷ്യേറ്റീവ് നടപ്പിലാക്കുന്നത് ഏകദേശം 20ഓളം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നുകൊണ്ടാണ്. അപ്പോൾ അതിന് ലീഡ് ചെയ്യുന്നത് സെൻറ്റർ ഫോർ ബ്രെയിൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമ്മുടെ ബാംഗ്ലൂരിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെൻറ്റർ ഫോർ ബ്രെയിൻ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനകത്തുള്ള സെൻറ്റർ ഫോർ ബ്രെയിൻ റിസർച്ച് ആണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഏകദേശം 20ഓളം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിനെ ഫണ്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് സയൻസിൻ്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിയാണ്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ജീനിയെ കുറിച്ചാണ്. ജീനി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഗൂഗിള് പുതുതായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു ജനറേറ്റീവ് AI ടൂളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 18 വാട്ട് ഈസ് ഗൂഗിൾസ് AI ജീനി ദാറ്റ് ക്യാൻ ടേൺ ഇമാജിൻ ടു വീഡിയോ ഗെയിംസ് എന്നുള്ള ഹെഡ്ലൈനിൽ ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ജീനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജനറേറ്റീവ് AI ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഗൂഗിളിൻ്റെ AI ഡെവലപ്മെൻറ്റിനെ ലീഡ് ചെയ്യുന്ന ഗൂഗിളിനകത്തുള്ള ഒരു വിങ് ആണ് ഡീപ്പ് മൈൻഡ് എന്ന് പറയുന്നത്. ഗൂഗിളിൻ്റെ ഡീപ്പ് മൈൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ജനറേറ്റീവ് AI ആണ് ജീനി എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ആ ആർട്ടിക്കിളിൻ്റെ ഹെഡ്ലൈനിൽ വായിച്ചതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇപ്പോൾ നമുക്കറിയാം ഏതൊരു AI ആണെങ്കിലും ഇപ്പോൾ ChatGPT ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് റെസ്പോൺസ് ആയിട്ടാണ് അതിൻ്റെ ഭാഗത്തു നിന്നുള്ള നമ്മളായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാകുക. അപ്പോൾ ഈ ജീനിയുടെ കേസിൽ നമ്മളൊരു പ്രോംപ്റ്റായിട്ട് ഒരു സിംഗിൾ ഇമാജോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഡിസ്ക്രിപ്ഷനോ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു ഇൻ്ററാക്റ്റീവ് 2D വീഡിയോ ഗെയിമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജനറേറ്റീവ് AI ടൂളാണ് ഈ പറയുന്ന ജീനി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ജീനിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക്ക് ലോക്പാലാണ്. അപ്പോൾ ലോക്പാലും നമ്മൾ ഇതിനു മുമ്പ് റീസെൻ്റ്ലി ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ലോക്പാലിൻ്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ജസ്റ്റിസ് കാൻവിൽക്കറിനെ
അപ്പോയിന്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനലായിട്ട് ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. അതായത് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജായിരുന്ന ജസ്റ്റിസ് AM ഖാൻവിൽക്കറിനെ ലോക്പാലിൻ്റെ ചെയർമാനായിട്ട് ഇപ്പോൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിലും അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ലോക്പാലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ലോക്പാൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ ലെവലിലുള്ള ഒരു ആൻറ്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 2013 ലോക്പാൽ ആൻഡ് ലോകായുക്താസ് ആക്ട് 2013 അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇത് നിലവിൽ വരുന്നത് 2018-19 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ലോക്പാൽ എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് നാഷണൽ ലെവലിൽ ഒരു ആൻറ്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ വേണം എന്നുള്ള പ്രപ്പോസൽ 1960കളിലാണ് ആദ്യമായിട്ട് ഉയർന്നു വരുന്നത്. എസ്പെഷ്യലി 1960s വന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷനാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പാർലമെന്റിൽ നടക്കുന്ന സമയത്ത് LM സിംഗ്വി എന്ന് പറയുന്ന പാർലമെന്റേറിയനാണ് ഈ ലോക്പാൽ എന്നുള്ള പേര് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ട്. ഏകദേശം 10ഓളം പ്രാവശ്യം ലോക്പാൽ ആക്ടുകൾ പാസ്സാക്കാൻ ഇന്ത്യൻ പാർലമെന്റ് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അത് പലപ്പോഴും ഈ ലോക്സഭയൊക്കെ പിരിച്ചുവിടപ്പെടുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന സഭയിൽ പെൻഡിങ് ആയി കിടന്നുകൊണ്ട് അങ്ങനെ പാസ്സാക്കാതിരിക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ 2010-11 ആ കാലഘട്ടത്തിൽ ജൻ ലോക്പാൽ ബില്ല് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്നുള്ള സംഘടനയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന സമരങ്ങളുടെയൊക്കെ ഒരു ഭാഗമായിട്ട് 2013 ഇന്ത്യൻ പാർലമെന്റ് ലോക്പാൽ ആൻഡ് ലോകായുക്താസ് ആക്ട് പാസ്സാക്കുന്നത്. അപ്പോൾ ഈ ലോക്പാൽ ആൻഡ് ലോകായുക്താസ് ആക്ട് അനുസരിച്ച് നിലവിൽ വന്നിട്ടുള്ള ഈ ലോക്പാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ആൻറ്റി കറപ്ഷൻ, നാഷണൽ ലെവലിലുള്ള ആൻറ്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണ്. ഇതിൻ്റെ സ്റ്റേറ്റ് ലെവലിലുള്ള ബോഡിയാണ് ലോകായുക്ത എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് അനുസരിച്ച് ലോക്പാലിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്, ഇതിൽ ഒരു ചെയർമാനും മാക്സിമം 8 മെമ്പേഴ്സും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ 8 മെമ്പേഴ്സിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ടോട്ടൽ മെമ്പർഷിപ്പിനകത്ത് 50% മെമ്പേഴ്സ് ജുഡീഷ്യൽ മെമ്പേഴ്സും 50% നോൺ ജുഡീഷ്യൽ മെമ്പേഴ്സും ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ടോട്ടൽ മെമ്പേഴ്സിലെ 50% ആളുകൾ SC ST അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, മൈനോറിറ്റീസ്, വുമൺ ഈ കാറ്റഗറി പെടുന്നവരാണെന്ന് പറയുന്നുണ്ട്. ഇനി ഈ പറയുന്ന ലോക്പാലിലെ ചെയർമാനെയും മെമ്പേഴ്സിനെയും ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. പക്ഷേ പ്രസിഡന്റ് അത് അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു ഹൈ പവേർഡ് സെലക്ഷൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രൈം മിനിസ്റ്റർ അദ്ദേഹമാണ് ചെയർമാനും, അതുകൂടാതെ ലോക്സഭാ സ്പീക്കർ, ലോക്സഭയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇല്ലെങ്കിൽ ലോക്സഭയിലെ സിംഗിൾ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി ലീഡർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് നോമിനേറ്റ് ചെയ്യുന്നൊരു ജഡ്ജ്, അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള ആളുകൾ ചേർന്ന് തീരുമാനിക്കുന്ന ഒരു എമിനന്റ് ജൂറിസ്റ്റ്. ഇത്രയും പേരടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്പാലിലെ ചെയർമാനെയും മെമ്പേഴ്സിനെയും ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ഈ സെലക്ഷൻ കമ്മിറ്റിക്ക് ആരെയാണ് ഇവർ ഈ ലോക്പാലിലെ ചെയർമാനോ മെമ്പേഴ്സൊക്കെ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള കാര്യം റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബിനറ്റ് സെക്രട്ടറി ഹെഡ് ചെയ്യുന്ന ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാവും. ആ സെർച്ച് കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ അവർ ഈ പറയുന്ന ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ 3-4 ആൾക്കാരുടെ പേര് റെക്കമെൻഡ് ചെയ്യും. അതിൽ നിന്ന് ഒരാളാണ് മിക്കവാറും ലോക്പാലിനകത്തേക്ക് ഈ സെലക്ഷൻ കമ്മിറ്റി സെലക്ട് ചെയ്യാറുള്ളത്. ഇനി ഈ പറയുന്ന ലോക്പാലിലെ ചെയർമാൻ്റെയും മെമ്പേഴ്സിൻ്റെയും ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് വരെയോ ആണ്. അതിനകത്ത് ഏതാണോ ആദ്യം അതായിരിക്കും അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഒബീലിസ്ക് എന്ന് പറയുന്ന ഒരു പുതിയൊരു കണ്ടെത്തലിനെ കുറിച്ചാണ്. സോ ഈ ഒബീലിസ്കുകളെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്ത് അവരൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ന്യൂ ഫൗണ്ട് ഒബീലിസ്ക് ജോയിൻ വൈറോയിഡ്സ് ആസ് തേർഡ് അൺയൂഷ്വൽ ലൈഫ് ഫോം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഹെഡ്ലൈനിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ വൈറസുകളുടെയും അതുപോലെ തന്നെ വൈറോയിഡ്സിൻ്റെയും ഇടയിൽ നിൽക്കുന്ന, ഇത് രണ്ടുമല്ലാത്ത ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് യുണീക്ക് ക്ലാസ് ഓഫ് ഓർഗാനിസംസ് ആണ് ഈ ഒബീലിസ്ക് എന്ന് പറയുന്നത്. വളരെ ഇൻട്രീഗിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഒരു സെപ്പറേറ്റ് യുണീക്ക് ക്ലാസ് ഓഫ് ഓർഗാനിസംസ് ആണെന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് വൈറസ് ലൈക്ക് എൻറ്റിറ്റീസ് ആണ്. പക്ഷെ ഇത് വൈറസ് അല്ല, അതുപോലെ തന്നെ വൈറോയിഡ്സും അല്ല, ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കാം. ഇത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലും ലോകത്തിലുടനീളം മറ്റുള്ള ജീവജാലങ്ങളിലൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള RNA മോളിക്യൂൾസ് ഉള്ള ഒബീലിസ്കുകൾ നമ്മുടെയൊക്കെ മുന്നിൽ കുറേ കാലമായിട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇതിനിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് വളരെ റീസെൻ്റ് ആയിട്ടാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് സ്ട്രക്ചറൽ അസിമെട്രി ആണ്. ഇപ്പോൾ ഒരു വളരെ അസിമെട്രിക്കൽ ആയിട്ടുള്ള
എന്താണ് ഈ RNA സ്ട്രാൻഡ്സ് ട്വിസ്റ്റഡ് ആയി കിടക്കുന്ന ഒരു അസിമെട്രിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഈ ഒബീലിസ്കുകൾക്ക് ഉള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡിസ്റ്റിങ്ക്റ്റ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ജനറ്റിക് മേക്കപ്പ് ആണ്. അതായത് ഇതിനകത്ത് ഒരു ഏകദേശം 1000-ഓളം ന്യൂക്ലിയോടൈഡ്സ് ഉള്ള സീക്വൻസിലുള്ള ഒരു കോമ്പാക്ട് ജനറ്റിക്സ് ഉള്ള ഒരു സാധനമാണ് ഈ ഒബീലിസ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മറ്റുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ഏജൻസുമായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. മറ്റൊന്നൊരു സൈസ് ഡിസ്പാരിറ്റിയാണ്. അതായത് നമ്മൾ സാധാരണ കൺവെൻഷനലി കാണുന്ന മറ്റുള്ള ജനറ്റിക് മോളിക്യൂൾസിനെക്കാട്ടിലൊക്കെ, ഇപ്പോൾ പ്ലാസ്മൈഡ്സിനൊക്കെ പോലുള്ള മറ്റുള്ള ജനറ്റിക് മോളിക്യൂൾസിനെക്കാട്ടിലൊക്കെ വളരെ ലാർജറാണ് ഈ ഒബീലിസ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൈസ് ഡിസ്പാരിറ്റി നമുക്കിതിന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയൊരു കണ്ടെത്തലാണിതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഗ്രീൻ ക്രെഡിറ്റ് റൂൾസ് ആണ്. അപ്പോൾ ഈ ഗ്രീൻ ക്രെഡിറ്റിനെ കുറിച്ച് നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഗ്രീൻ ക്രെഡിറ്റ് റൂൾസ് എന്ന് മനസ്സിലാക്കുക. ഇത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഇപ്പോൾ ഗ്രീൻ ക്രെഡിറ്റ് റൂൾസ് ഇപ്പോൾ റീസെൻ്റ്ലി ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റൂൾസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിലൂടെ ബേസിക്കലി ചെയ്യുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റിൻ്റെ പ്രിസർവേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി ത്രൂ മാർക്കറ്റ് ഡ്രിവൺ സ്ട്രാറ്റജീസ് ആണ്. അതായത് ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എമിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഗ്രീൻ ക്രെഡിറ്റ് മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ക്രെഡിറ്റ് മാർക്കറ്റൊക്കെ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രീൻ ക്രെഡിറ്റ് റൂൾസ് ഫ്രെയിം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സസ്റ്റൈനബിൾ സ്പെൻഡിങ് ഫോർ സയൻസ് ആണ്. ഇത് ടൈം ആൻഡ് അഗൈൻ നമ്മൾ 2-3 പ്രാവശ്യം ഇതിന് മുമ്പ് ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ഇന്ത്യയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെക്ടറിനകത്ത് ആവശ്യത്തിനുള്ള ഫണ്ടിങ് ഇല്ല. അപ്പോൾ ആ ഫണ്ടിങ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ R&D സെക്ടറിൽ, സയൻസ് സെക്ടറിൽ ഈ സസ്റ്റൈനബിൾ ഫണ്ടിങ് എങ്ങനെ നടപ്പിലാക്കാൻ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഹിന്ദുവിൻ്റെ പേജ് 12 ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെയിൻസിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് പറ്റുന്നവരൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യയുടെ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെക്ടറിൽ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇപ്പോൾ നമുക്കറിയാം ഏതൊരു രാജ്യത്തിനും ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് മാറണമെങ്കിൽ അതൊരു നോളജ് ബേസ്ഡ് എക്കണോമി ആയിട്ട് മാറണം. അതായത് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ ചൈനയുടെ ഒക്കെ കേസിൽ കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ചൈനയിലെ ആൾക്കാർ കളിയാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ഡിസൈൻസ് കോപ്പി ക്യാറ്റ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ചൈന എന്നുള്ളത്. പക്ഷേ ഇന്ന് നമുക്കറിയാം ഒരുപാട് സെക്ടേഴ്സിൽ അവരിന്ന് ലോകത്തിനെ ലീഡ് ചെയ്യുന്ന ഒരു നോളജ് പവറായിട്ട് മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കുറേ സെക്ടേഴ്സ്, ഡ്രോൺ ടെക്നോളജി, ലിത്തിയം അയൺ ബാറ്ററീസ്, ഇതിനകത്തൊക്കെ അവർ ലീഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെക്ടറിൽ മാസീവായിട്ടൊരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ഡെവലപ്ഡ് രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അവരുടെയും ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഡെവലപ്ഡ് രാജ്യങ്ങളും മിക്ക രാജ്യങ്ങളും അവരുടെ GDPയുടെ ഏകദേശം 2% R&D സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ ഈ പറയുന്ന ഗ്രോസ് ഈ GERD എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഗ്രോസ് എക്സ്പെൻഡിച്ചർ ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയും. അതായത് നമ്മൾ GDPയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്, അതായത് GDPയുടെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് കണക്കാക്കുന്നതാണ് GERD to GDP റേഷ്യോ. അതെന്ന് പറയുന്നത് ഓവർ ദി ഇയേഴ്സ് ഇന്ത്യയിൽ കുറേയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന ഡെവലപ്ഡ് രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്ഡ് രാജ്യങ്ങളെക്കാട്ടിലും കൂടുതലായിട്ട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ഒരു രാജ്യമാണ്. കാരണം അവർക്കുള്ള ടെക്നോളജി ഒന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അവിടെ ക്യാച്ചപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇനീഷ്യലി വളരെ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത് പോയിട്ട് അവർ സ്പെൻഡ് ചെയ്യുന്ന അത്ര പോലും സ്പെൻഡ് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഈ GERD to GDP റേഷ്യോ എന്ന് പറയുന്നത് 2020-21 കാലഘട്ടത്തിൽ ഏകദേശം ഇന്ത്യയുടെ GDPയുടെ 0.64% ആണ്. അത് ലെസ് ദാൻ 1% ആണ് ഉള്ളത്. അത് ഓവർ ദി ടൈം കുറേയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ മറ്റുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, അത് ഈ OECD രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ അറ്റ്ലീസ്റ്റ് 1% എങ്കിലും GDPയുടെ 1% സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത് ഏകദേശം ഡെവലപ്ഡ് രാജ്യങ്ങൾ അവരുടെ GDPയുടെ 2% സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ സ്പെൻഡിങ് വളരെ കുറവാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം, എന്തുകൊണ്ട് ഇന്ത്യയിൽ ഈ പറയുന്ന R&D സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ 2020-21 കാലഘട്ടത്തിൽ ഈ R&D സെക്ടറിലുള്ള പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് R&D സെക്ടറിലുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ജസ്റ്റ് 36% മാത്രമാണ്, അല്ലെങ്കിൽ 36.4% മാത്രമാണ്. അപ്പോൾ ഇതാണ് നിലവിലുള്ള അവസ്ഥ. അപ്പോൾ നിലവിൽ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെക്ടറിലുള്ള ഫണ്ടിങ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് പ്രൈവറ്റ് സെക്ടർ ഇൻവോൾവ്മെന്റ് ആണ്. 2, ഡിക്രീസിങ് GERD to
GDP റേഷ്യോ ആണ്. മറ്റൊന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പോളിസീസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറോ സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സോ, അതായത് ഈ R&D സെക്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഇന്ത്യയിലല്ലേ ഉള്ള ആളുകളാണെങ്കിൽ വിദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് സൈഡിൽ നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഗവൺമെന്റ് ഈ ഏരിയയിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ളൊരു ഏജൻസിനെ ഇപ്പോൾ റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 ലക്ഷം കോടി കോർപ്പസ് വെച്ചുകൊണ്ട്, അതായത് ലോങ് ടേം ലോ ഇൻട്രസ്റ്റ് ലോൺസ്, ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സെക്ടർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെക്ടറിലുള്ള പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലോങ് ടേം ആയിട്ടുള്ള ലോ ഇൻട്രസ്റ്റ് ലോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ പോളിസി ഫ്രെയിം വർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ നാഷണൽ പ്രയോറിറ്റീസുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെക്ടറിലുള്ള ഇൻവെസ്റ്റ്മെന്റിന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പോളിസീസ് വരുന്നുണ്ട്. പുതിയ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പുതിയ ഇനീഷ്യേറ്റീവ്സ് ഒക്കെ എസ്പെഷ്യലി ബയോടെക്നോളജി, ഗ്രീൻ ഹൈഡ്രജൻ പോലുള്ള ഏരിയാസിലൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. മറ്റൊന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ നടത്തുന്ന ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഉദാഹരണത്തിന് റിസർച്ച് പാർക്കുകൾ അല്ലെങ്കിൽ റിസർച്ച് സെന്റേഴ്സ് ഓഫ് എക്സലൻസ്, ഇതിൻ്റെയൊക്കെ ക്രിയേഷൻ പറയാം. അതുപോലെ തന്നെ സെക്ടർ ഫോക്കസ് ആയിട്ടുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ബയോടെക്നോളജി ഇഗ്നീഷൻ ഗ്രാൻഡ് സ്കീം, ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി തുടങ്ങിയിട്ടുള്ളതാണ്, ബയോടെക്നോളജി സെക്ടറിലുള്ള. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ റിന്യൂവബിൾ എനർജി സെക്ടറിലുള്ള കുറേ സ്കീംസ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസ് ആണ്. അത് അദു അറ്റോൾ എന്ന് പറയുന്ന മാൽദീവ്സിലുള്ള ഒരു അറ്റോളിനെ കുറിച്ചാണ്. സോ മാൽദീവ്സിന്റെ ഏറ്റവും സദേൺ മോസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് ഈ അദു അറ്റോൾ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇക്വേറ്ററിന്റെ സദേൺ ഏരിയയിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ മാൽദീവ്സിന് സദേൺ ഹിമോസ്ഫിയറിൽ മാൽദീവ്സിനുള്ള ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ സദേൺ ഹിമോസ്ഫിയറിലേക്കും കൂടി മാൽദീവ്സിന്റെ ടെറിട്ടറി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ അദു അറ്റോൾ എന്ന് പറയുന്നത്. ഇത് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്, സീനു അറ്റോൾ എന്നുള്ള പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. മാൽദീവ്സിന്റെ സദേൺ മോസ്റ്റ് ആയിട്ടുള്ള അറ്റോളാണിതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന അദു അറ്റോളും അതിൻ്റെ കൂടെയുള്ള ഒരു ഫുവാമുലു അറ്റോള് എന്ന് പറയുന്ന മറ്റൊരു അറ്റോളുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇത് രണ്ടും കിടക്കുന്നത് ഇക്വേറ്ററിൻ്റെ താഴെയാണ്. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിലേക്ക് മാൽദീവ്സിൻ്റെ ടെറിട്ടറി എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഈ അറ്റോൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാൽദീവ്സിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള മാലെ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ സദേൺ ഏരിയയിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ അഡ്മിനിസ്ട്രേറ്റീവ്ലി ഈ അദു അറ്റോൾ എന്ന് പറയുന്നത് അദു സിറ്റി എന്ന് പറയുന്ന മാൽദീവ്സിലെ 4 പ്രധാനപ്പെട്ട സിറ്റികളിലൊന്നാണ്. ആ സിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. പക്ഷേ ഇതൊരു സെപ്പറേറ്റ് അറ്റോളാണെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.